മിശിഹായുടെ കൃത്യനും ശ്രീഹായമായ ശീമോൻ പത്രോസ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ നീതിയാൽ ബഹുമാന്യമായ വിശ്വാസം ഞങ്ങളോട് ഒരുമിച്ച് ലഭിച്ചവർക്കായി എഴുതുന്നത് നമ്മുടെ കർത്താവായ യേശു മിശിഹായെ കുറിച്ചുള്ള പരിജ്ഞാനം കൃപയും സമാധാനവും നിങ്ങൾക്ക് വർദ്ധിക്കുമാറാകട്ടെ. ജീവനും ദൈവഭക്തിക്കും മുതിർന്നവനായി ദൈവഭക്തിപരങ്ങളായിരിക്കുന്ന സർവത്തെയും അവൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. സ്വമഹത്താലും സുഹൃത്താലും വിളിച്ചനായ അവനെ കുറിച്ചുള്ള പരിജ്ഞാനം വഴിയായിട്ടാണ് അവ മൂലം തന്നെ വലുതായ വാഗ്ദത്തങ്ങളും ബഹുമാനികളും അവൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അവ മൂലം നിങ്ങൾ ലൗകികമാവുന്ന നാശത്തിൽ നിന്ന് ഓടി മാറിക്കൊണ്ട് ദൈവിക സ്വഭാവത്തിന് ഭാഗമാക്കുവാൻ വേണ്ടിയാവുന്നു. നിങ്ങൾ ഈ വിധയത്നങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തോട് സുഹൃതവും സുഹൃതത്തോട് ജ്ഞാനവും ജ്ഞാനത്തോട് ധൈര്യവും ധൈര്യത്തോട് ക്ഷമയും ക്ഷമയോട് ദൈവഭക്തിയോടും ദൈവഭക്തിയോട് സഹോദര സ്നേഹവും സഹോദര സ്നേഹത്തോട് ദൈവിക സ്നേഹവും കലർത്തിക്കൊള്ളുവേൻ. അമിനാഭിമായി പറയുമോ നടത്തുന്ന പിന്മാറ്റത്തിനുള്ളവരല്ല, പിന്നെയോ ആത്മരക്ഷയുണ്ടാക്കി തരുന്ന വിശ്വാസത്തിനുള്ളവരാണ്. വിശ്വാസം എന്നത് ആശിക്കുന്ന കാര്യങ്ങളുടെ പ്രവൃത്തി രൂപത്തിലുള്ളവർക്കും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. അതുപോലെ തന്നെയാണ് പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ദൈവവചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടുവെന്നും ദൃശ്യമായും അദൃശ്യമായും ഉണ്ടാകുകയെന്നും നാം തിരിച്ചറിയുന്നത് വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ അപേക്ഷായതിനേക്കാൾ ശ്രേഷ്ഠമായ വിധി ദൈവത്തിന് അർപ്പിച്ചു. അത് നിമിത്തവും അവൻ നീതിമാനാണെന്ന് അവനെ കുറിച്ച് സാക്ഷ്യമുണ്ടാക്കി. ദൈവം അവന്റെ കാഴ്ചയെ കുറിച്ച് സാക്ഷി നൽകുകയും ചെയ്തു. വെടിപ്പുള്ള കാഴ്ചകളെടുത്ത കർത്താവിന്റെ പ്രാകാരങ്ങളിലെ പ്രവേശിച്ച് തന്റെ പരിശുദ്ധ മുൻപാകെ അനന്തരമാർ വഴിയെ പോകുമ്പോൾ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീയുടെ ഭവനത്തിലാലെ സ്വീകരിച്ചു. അവൾക്ക് മറിയാം എന്ന പേരുള്ള ഒരു
അവൾ വന്ന് കർത്താവിന് ഉറപ്പാതിരുന്ന വചനങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. മാർത്തയാകട്ടെ പരശുശ്രൂഷകൾ ബന്ധപ്പെട്ടിരിക്കുകയായിരുന്നു. അവൾ വന്നവനോട്, എൻ്റെ കർത്താവേ, എൻ്റെ സഹോദരനെ തനിച്ച് ശുശ്രൂഷകൾക്കായിട്ടിരിക്കുന്നതിനാൽ നിനക്ക് ജ്ഞാനമില്ലയോ? എന്നെ സഹായിക്കുന്നവനോട് പറയണമേ എന്ന് പറഞ്ഞു. യേശു തമ്പുരാനാകട്ടെ അവളോട്, മാർത്തേ, മാർത്തേ, നീ പല കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ആവശ്യമുള്ളതൊന്നേയുള്ളൂ. മറിയാം നല്ല പങ്കിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ആയത് അവിടെ എടുക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞു. യേശുതമ്പുരാന്റെ കുരിശിന്റെ അരികിൽ തന്റെ മാതാവും മാതൃ സഹോദരിയും കിളയോപ്പ മറിയാം നിന്നിരുന്നു. യേശുതമ്പുരാൻ തന്റെ മാതാവും പ്രിയപ്പെട്ട ശിഷ്യനും അടങ്ങി നിൽക്കുന്നത് കണ്ടിട്ട് മാതാവിനോട്, സ്ത്രീയെ, ഇതാ നിന്റെ പുത്രൻ എന്ന് പറഞ്ഞു. പിന്നെ അവൻ ആ ശിഷ്യനോട്, ഇതാ നിന്റെ മാതാവെന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യനോളെ തന്റെ ഭവനത്തിൽ സ്വീകരിക്കുകയും ചെയ്തു. ബർഖുമോ ശൈനോ ഖുൽഖോ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്തതായും ഇടവിടാതെ സദാ നേരങ്ങളിലും കരയേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. ശ്രീപാവനത്തിന്റെ സ്വയമർപ്പണം ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടിയുള്ള നല്ല വിലയേർപ്പണം മുഖാന്തരം ഞങ്ങൾക്ക് പാപമോചനം നൽകിയവനും തന്റെ മരണത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും പുനരുത്ഥാനം മൂലം ഞങ്ങളെ ഉദ്ധരിക്കുകയും സ്വർഗാരോഹണം ചെയ്ത് തന്റെ കൂട്ടത്തിൽ ഞങ്ങളെ കയറ്റുകയും ചെയ്ത സ്വീകാര്യ കൃപാനിയായ കർത്താവിന് ദൈവികമായ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകലവരുന്ന ആളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുലുഭൂനിയമോ സ്വതഹായ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുൻപാകെയും ദിവ്യവും സ്വർഗീയമായ സുരേശങ്ങളുടെ മുൻപാകെയും ഭയങ്കരമായ കുർബാനയുടെ മുൻപാകെയും ഈ ശ്രേഷ്ഠമാതൃകപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോടും കരുണയും മനോഗുണവും യാചിക്കണം. പാപുരി ആഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ നന്മകളോർക്കാതമായിട്ടില്ലായ്മ ചെയ്യുന്നവനുമായ ഞങ്ങളുടെ ദൈവം തമ്പുരാനെ നിന്റെ സ്നേഹത്തിൻ കരുണയാൽ എൻ്റെ നാഥ മരണപ്പെടുവാൻ പാടില്ലാത്തവയുമായ അടിയന്റെ മഹാപാപങ്ങളെ വിശ്വാസമുള്ള നിന്റെ ജനത്തിന്റെ പാപങ്ങളെ കളഞ്ഞവനെ ദൈവത്തോന്നെ നമ്മളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ.
എൻ്റെ നാഥ, നിന്റെ കരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ പരിശുദ്ധ സഭയുടെ പ്രതികളായ സകല പരിചയരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവം തമ്പുരാനേ, അവരുടെ ആത്മദേവികളെ നീ ആശ്വസിപ്പിക്കണമേ. കരുണയും മനോഗുണമാകുന്ന പനിമഞ്ഞവരുടെ അസ്ഥികളിൽ മേൽ നീ തെളിക്കണമേ. മഹത്വത്തിലൂടെയവനെ ഞങ്ങൾക്കുള്ള വിഷയാരും വരാതെ ഞങ്ങൾക്കും അവർക്കും നീ പാപരിഹാരകനമ്മ മാതകനമായിരിക്കണമേ. നാഥാ, ഞങ്ങൾക്ക് ഉത്തരവരുകണമേ. ഞങ്ങളെ സഹായിക്കാനായിട്ട് അവിടുന്ന് വേഗം വരണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നീ അംഗീകരിക്കണമേ. കർത്താവേ, സഹിക്കുവാൻ പാടില്ലാത്ത കഠിന ശിക്ഷകളെ ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കോപസുന്ദരങ്ങളായ ഉള്ളികളെ കരുണാപൂർവ്വം നടത്തു മാറ്റിക്കളയണമേ. സമാധാനം അനുഭവിക്കുന്നവർക്കുള്ള ആ ഉത്തമമായ അന്തത്തിന് ഞങ്ങളെ ഒരാകത്ത് തീർക്കണമേ. നിനക്കിഷ്ടമായിരിക്കുന്നതും നിന്റെ ദൈവത്വത്തിനുണ്ടാകരുമായ ആ ക്രിസ്തീയ സൗജന്യമായിട്ട് ഞങ്ങൾക്ക് തരണമേ. നല്ലോരന്ത്യത്തിന് നീ ഞങ്ങളെ ഒരാകത്തീർക്കണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദിവ്യമായ ബലി അനുഷ്ഠിക്കപ്പെടുന്നതായ സമയത്ത് നിന്റെ യാഗപീഠത്തിന്റെ സന്നിധിയിൽ വന്നുകൂടെ നിന്റെ മഹാകരങ്ങൾക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നവരായ നിന്റെ ദാസന്മാരെയും ദാസികളെയും നീ അനുഗ്രഹിക്കുമാറാകണമേ. നിന്റെ വിശുദ്ധാത്മ തലമുറയവർക്ക് നൽകണമേ. നിന്റെ വിശുദ്ധ ശരീരവും പാപപരിഹാരപ്രദമായ രക്തവും അനുഭവിപ്പാൻ അർഹരായ തീരത്തക്കവണ്ണം ഇവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. ആത്മീയമായ ആയുധം ഇവരെ ധരിപ്പിക്കണമേ. സ്നേഹവും ഐക്യമത്യവും ഇവരെ അണിയിക്കണമേ. ഇവരുടെ ഇടയിൽ സമാധാനവും ശാന്തതയും വാഴണമേ. ശിക്ഷകളിൽ നിന്നും കോപവടികളിൽ നിന്നും ഇവരെ കാത്തുകൊള്ളണമേ. നിന്റെ വിശുദ്ധ ശ്രീമായാൽ ഇവരെ കാത്തുകൊള്ളുകയും അവിടുന്ന് രണ്ടാമത് എഴുന്നള്ളി വരുമ്പോൾ വലത്ത് ഭാഗത്തെ ശ്രേഷ്ഠമായ നിലയ്ക്ക് ഞങ്ങളെ ഞങ്ങളുടെ പലതരെയും യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങളും അവരും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും നേക്കും സമർപ്പിക്കുന്നു. ഓശോ Oh
ജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് ഈ ശ്രേഷ്ഠമായ പ്രഭുത്തിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ളതായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശപിതാവിനോടൊന്നായിരിക്കുന്നവനും തന്നാൽ സർവ്വനിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി ഇതിന് മനസ്സായ പ്രകാരം സ്രോതത്തിൽ നിന്നിറങ്ങി പരിശുദ്ധരോഗായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിൽ നിന്നും ശരീരമായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ ബോധത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായാലും കാതോലികവും ശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഇറപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. സമാധാനവും സ്നേഹവും കരുണയുള്ളവരോടുമായ ഞങ്ങളുടെ ദൈവമേ, നീ കൃപയോട് ലോകത്തെ കാത്തുകൊള്ളണമേ. പരിശുദ്ധ സഭയ്ക്ക് ദൈവിക സമാധാനം കൽപ്പിച്ചു തരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ആദരണം പരിശുദ്ധ റുഹായിക്കും സദാ ഇപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുമനത്താൽ ഓരോരുത്തരും അവരുടെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം.
ദൈവത്തിരിക്കുന്ന പരിശുദ്ധവും ദൈവീയവുമായ സമാധാനത്തിന് ശേഷം കാരുണ്യവനായിരുന്ന മുൻപാകെ നാം തലവലിക്കണം. കാരുണ്യവാനായ നാഥാ, നിന്റെ തിരുസന്നിധിയിൽ സഭയുടെ മക്കൾ നിലകളെ അടക്കിക്കൊണ്ട് നിൽക്കുന്നു. അനുഗ്രഹപൂർണമായ ആ തൃക്കരം ആവശ്യപ്പെട്ട് നീ ഇവരെ ആശീർവദിക്കണമേ. ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സദായിപ്പോഴും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ ഉടയവനെ നിന്റെ ഇടവകയുടെ പാപങ്ങൾക്കും ഞങ്ങളുടെ ഭവിഷ്യത്തങ്ങൾക്കും വേണ്ടി നിയമലംഘനങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനായിട്ട് രക്കാത്തതുമില്ലാത്ത ഈ ബലിയനുഷ്ഠാനം നിറവേറ്റുമ്പോൾ ശക്തിയും കൃപയും ഞങ്ങൾക്ക് കൽപ്പിച്ച് തരണമേ. ഞങ്ങൾ നിന്റെ ആദരം പരിശുദ്ധ റൂഹായിക്കും സദായിപ്പോഴും സ്തോത്രവും കരറ്റും. ഹോശോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വിടപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും എല്ലാ ദൈവത്തോടും കൂടെ നിന്ന് ഈ ശ്രേഷ്ഠമാപുരോഗതികളാൽ നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിൻ്റെ ഉടയവനായ പിതാവാം ദൈവത്തിന് തിരക്കിലും സമാധാനത്തിനും അണയ്ക്കുന്നു. ഈ കുർബാനയിൽ സമാധാനം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ഞങ്ങളുടെ വാത്സല്യ ഭാജനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ഈ നാഴികയിൽ നാം എല്ലാവരുടെയും ബോധങ്ങളും ചാരങ്ങളും ഹൃദയങ്ങളും മേലിൽ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമ്മുടെ വിശ്വാസപരാധരിക്കുന്നിടമായ മേൽപ്പെട്ട മഹോന്നതങ്ങൾ ആയിരിക്കണം. ഭയഭക്തിയോടുകൂടി എന്ന് നമുക്ക് നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. മലമാരുടെ ഗണങ്ങൾ ഋഷനോസന്മാരും ദുർത്തോന്യന്മാരും മൗത്വന്മാരും മോളോസന്മാരുമായ ആ സ്വർഗീയ ഗണങ്ങൾ അങ്ങയെ മോഹത്തപ്പെടുത്തുമ്പോൾ മൂന്ന് ആദേശപാട്ടുകൾ പാടി ഇന്ന് നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായ ഭവിക്കണമേ. കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവം തമ്പുരാന മനുഷ്യവർഗത്തോട് സ്നേഹം തോന്നിയത് മുഖാന്തരം അവിടുന്ന് ശരീരം ധരിച്ചു. ഹീനനായിട്ട് ജഡപ്രകാരം കഷ്ടത അനുഭവിക്കുമ്പോൾ തൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ ആ രാത്രിയിൽ തൃക്കരങ്ങളിൽ അപ്പം എടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി.
തൻ്റെ പരിശുദ്ധ സ്ത്രീകന്മാർക്ക് നൽകിക്കൊണ്ടവരോട് ഇങ്ങനെ അരുളി ചെയ്തു. വാങ്ങി ഭക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ഖണ്ഡിക്കപ്പെടുകയും കടങ്ങളുടെ മോചനത്തിനും പാപപരിഹാരത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു ഇത്. കഴിഞ്ഞ ശേഷം പാനപാത്രം ദിവകരങ്ങളെടുത്തു. അത് വെഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തി എടുത്തതായിരുന്നു. അതിലെ വാഴ്ത്തി സ്ത്രീകന്മാർക്ക് നൽകിക്കൊണ്ടവരോട് ഇങ്ങനെ അരുളി ചെയ്തു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്തുകൊണ്ടീൻ. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും കടങ്ങളുടെ മോചനത്തിനും പാപപരിഹാരത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തമാകുന്നു ഇത്. ആഹരിച്ച് പാനം ചെയ്യുന്ന ആളുകളെല്ലാം ഞാൻ വരുന്നത് വരെ എൻ്റെ മരണത്തെയും എൻ്റെ പുനരുദ്ധാനത്തെയും അനുസ്മരിച്ചു കൊള്ളുവീൻ എന്ന് നമ്മുടെ കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാരോട് കൽപ്പിച്ച് ഇതിനെ അവർക്ക് ഫലമേൽപ്പിച്ചു. അതാമോദോസേ കർത്താവേ, പാപികളും കുറ്റക്കാരുമാകുന്ന ദാസരാകും ഞങ്ങൾ രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തെ മുഴുവനായും ഭയങ്കരവും മകനീയമായ നിന്റെ പുനരാഗമനത്തെ ഓർക്കുന്നു. ഇത് നിമിത്തം ഞങ്ങൾ പരിഭ്രമിക്കുകയും ഉറക്കുകയും ചെയ്തുകൊണ്ട് നിന്നോട് നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങൾ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പറഞ്ഞ ആവശ്യത്തിന് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴികേത്ര ഭയങ്കര സമയത്ര ഭ്രമിക്കത്തക്കതുമാവുന്നു. നിങ്ങൾ അടക്കത്തോടെ ഭയത്തോടുന്നുകൊണ്ട് പ്രാർത്ഥിപ്പീ. കർത്താവേനോടത്തരമരുളി ചെയ്യണമേ. കർത്താവേനോടത്തരമരുളി ചെയ്യണമേ. കർത്താവേനോടത്തരമരുളി ചെയ്ത് എൻ്റെ മേൽ കരുണ ചെയ്യണമേ. സമർപ്പിക്കുന്നു.
പൗലോസ് ബാലർമേ താരകന്മാർ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനരുമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യ ഐക്യം അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പീഡിതരെയും ക്ലേശിതരെയും പ്രയാസപ്പെടുന്നവരെയും ദുഃഖിതരെയും ദരിദ്രരെയും അഗതികളെയും പരദേശികളെയും നിരാശരെയും ബന്ധിതരെയും അടിമകളെയും വിധവകളെയും അവിടുന്ന് പോറ്റി പുലർത്തണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പരിശുദ്ധ റൂഹ